അയാൾക്ക് മാനസികാസ്വാസ്ഥ്യമില്ല. സന്ദീപ് വന്ദനാദാസിനെ കൊലപ്പെടുത്തുമ്പോൾ മദ്യപിച്ചു ലക്കുകെട്ടിരുന്നു. സമൂഹ മനസാക്ഷിയെ പിടിച്ചുലച്ച ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. സന്ദീപിന്മേൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച കുറ്റങ്ങളെല്ലാം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. താൻ മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കാനുള്ള പ്രതിയുടെ ശ്രമങ്ങൾ കോടതി പാടെ തള്ളി. കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി മറ്റന്നാൾ സന്ദീപിനുള്ള ശിക്ഷ വിധിക്കും. കുറ്റക്കാരന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അല്ല, മകൾക്ക് നീതി കിട്ടുകയല്ലേ? കേരളം വർഷങ്ങളായി കാത്തിരുന്ന ഒരു തീരുമാനം. ആ തീരുമാനമാണ് ഇന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് വനിതാ ഡോക്ടറായിട്ടുള്ള വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ സന്ദീപ് എന്ന ആ നരാധമൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. കൊലപാതകം, വധശ്രമം, ആശുപത്രിയിൽ കയറി ആക്രമിക്കൽ അടക്കം ഒട്ടേറെ കാര്യങ്ങളാണ് പ്രതിക്ക് മേൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ആ വാദങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിച്ചു. അതിന്റെ തെളിവാണ് പ്രതി കുറ്റക്കാരനാണ് എന്നുള്ള തീരുമാനം. ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് പ്രകാരമുള്ള കൊലപാതക കുറ്റം, 307 വകുപ്പ് പ്രകാരമുള്ള കൊലപാതക ശ്രമം, അതേപോലെ തന്നെ 326 തീവ്രമായിട്ടുള്ള പരിക്ക് സംഭവിക്കുന്ന കുറ്റകൃത്യം, 324, 323, അതുപോലെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കുന്ന 331, 332 ഈ സെക്ഷനുകളെല്ലാം, അതേപോലെ തെളിവ് നശിപ്പിച്ച 201 എന്നുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ളവ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ട്. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഗൂഢാലോചന പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അന്വേഷണം നടക്കുന്ന സമയത്ത് താനൊരു മാനസിക രോഗിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമൊക്കെ തന്നെ പ്രതി നടത്തി. അതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു. അനുകൂലമായുള്ള റിപ്പോർട്ട് അയാൾക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ആ വാദങ്ങളെ, അയാളുടെ തീരുമാനങ്ങളെ എല്ലാം കോടതിയിൽ വെച്ച് പ്രോസിക്യൂഷൻ പൂർണ്ണമായും ഖണ്ഡിച്ചു. അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ള ആൾക്കാരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം അതുതന്നെയാണ് ഈ കേസിൽ നിർണായകമായത്. മോട്ടീവില്ലാത്തൊരു കേസിൽ പ്രതിക്കും നീതി കിട്ടേണ്ടതായതുകൊണ്ട് അതിലെന്തെങ്കിലും പ്രതിക്കും അനുകൂലമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റൂൾ ഔട്ട് ചെയ്യുന്നതും കൂടി തന്നെയാണ് നമ്മൾ അന്ന് ഈ പറഞ്ഞ എൻ്റെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയതും. അത് പ്രതിക്ക് ഒരു കാര്യങ്ങളും പോലീസ് മറച്ചു വയ്ക്കാതെ അതിന് പൂർണ്ണമായ നീതിയുക്തമായ രീതിയിലൊരു അന്വേഷണം നടത്തിയാണ് ഈ കേസിൻ്റെ മുഴുവൻ തെളിവുകൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് കോടതിക്കുള്ളിൽ കണ്ടതും പുറത്തുവെച്ച് കണ്ടതും കണ്ണ് നനയിക്കുന്ന രംഗങ്ങൾ തന്നെയായിരുന്നു. 11 മണിക്ക് കോടതി ആരംഭിച്ചു. ആ സമയത്ത് ഒരു ബെഞ്ചിൽ ഈ യുവ ഡോക്ടറുടെ അച്ഛനും അമ്മയും ഒരു സൈഡിലിരിക്കുന്നു. തൊട്ട് സമീപത്ത് അടുത്ത സൈഡിലായി ഈ പ്രതിയായിട്ടുള്ള സന്ദീപ് ഇരിക്കുന്നു. വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഒക്കെ ധരിച്ച് ഒരു ശുദ്ധനായിട്ടുള്ള ഒരു മാലാഖയുടെ രൂപം അണിഞ്ഞുകൊണ്ട് അയാൾ അവിടെ ഇരിക്കുകയാണ്. അവസാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഈ അച്ഛനും അമ്മയ്ക്കും ലഭിക്കുന്നു. അതിനുശേഷം നിറ കണ്ണുകളോടുകൂടിയാണ് ആ അച്ഛനും അമ്മയും പുറത്തേക്കിറങ്ങിയത്. അതിനുശേഷം അവർ പറഞ്ഞത് തൻ്റെ മകളുടെ ആത്മാവിനെങ്കിലും നീതി ലഭിക്കുമല്ലോ എന്നുള്ള നിറ കണ്ണുകളോടുകൂടിയാണ് ആ മനുഷ്യൻ, ആ അച്ഛൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. ഞങ്ങൾക്കിപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല. പിന്നെ ഞങ്ങളുടെ കൊച്ചിൻ്റെ ആത്മാവിന് നീതി, ഈ ആത്മാവിനെ കൊച്ചിനൊരിക്കലും നീതി കിട്ടിയിട്ടില്ല. ആരും ഞങ്ങൾക്ക് തന്നിട്ടില്ല. മരിക്കുന്നവർ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങളതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വകുപ്പുകൾ കിട്ടാവുന്ന പരമാവധി ശിക്ഷ പ്രതിക്ക് വാങ്ങി നൽകുക എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷന്റെയും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും തീരുമാനം. ആ തീരുമാനത്തിലേക്കുള്ള ഒരു വിധി മറ്റന്നാൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.